എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കേണ്ട ഡൗട്ടാണെങ്കിലും ചോദിക്കുക, കാരണം എല്ലാ ഡോക്ടേഴ്സും ഇന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ധൈര്യത്തിൽ ചോദിക്കുക, നമ്മൾക്കറിയുന്ന വിധത്തിൽ നമ്മൾ പറഞ്ഞു തരും. ലേബർ എന്ന് പറയുന്നത്, നാച്ചുറൽ ബർത്ത് എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ പ്രോസസ്സ് തന്നെയാണ്. അപ്പം നമ്മുടെ ഇപ്പം സയൻസ് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങളിലും ലക്ഷറിയിലേക്കാണ് പോവുക. കഷ്ടപ്പെടാൻ നമുക്ക് താല്പര്യമില്ല, നമുക്ക് കംഫർട്ടബിളായിട്ട് തന്നെ ജീവിക്കണം, അങ്ങനെയാണ് അല്ലേ? ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്, ഓരോ കാര്യങ്ങളും നമ്മൾ എയിം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ലേബറിലും പെയിൻ സഫർ ചെയ്ത് തന്നെ ഡെലിവറി ആകണം എന്നില്ല, അത് ഓരോരുത്തരുടെ ചോയ്സാണ്. പിന്നെ അപ്പം അതിനകത്ത് കൺസേൺ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം പലർക്കും പെയിൻ ഇല്ലാതെ ഡെലിവറി ആകുമോ, ഇല്ല അതിന് സിസേറിയൻ്റെ സാധ്യത കൂടുതലാണോ, ഇല്ല കുഞ്ഞിന് നമ്മളോട് പിന്നെ സ്നേഹം ഉണ്ടാവുമോ, അതിലെന്തെങ്കിലും പ്രോബ്ലം വരുമോ. ഇപ്പം പൊതുവേ അങ്ങനെ ഒരു കുഞ്ഞും അമ്മയായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ഇതാണ് പെയിൻ സഹിച്ച് ഡെലിവറി ആകുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റൊക്കെ നമുക്കുണ്ട്. ആക്ച്വലി അതിലൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ പെയിൻ സഹിച്ച് തന്നെ ഡെലിവറി ആകണം എന്നാലേ സ്നേഹം തോന്നുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസൊക്കെ കുഞ്ഞിന് അനുയോജ്യമായി ഉണ്ടാകുകയുള്ളൂ എന്ന് അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഡെലിവറി പെയിൻ ഇപ്പോൾ ഓരോരുത്തരിലും ആ പെർസെപ്ഷനും നമ്മുടെ പെയിൻ ഫൈബേഴ്സിൻ്റെ പെർസെപ്ഷൻ ഇതൊക്കെ ഓരോരുത്തരിലും ഡിഫറെൻ്റ് ആണ്. പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പെയിൻലെസ് ആയിട്ട് തന്നെ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്കതിന് ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. അതിന് ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ഇൻഹലേഷണൽ ഏജൻസ് ഉണ്ട്. നൈട്രസ് ഓക്സിജൻ മിക്സർ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ശ്വസിച്ച് കഴിഞ്ഞാൽ പെയിൻ ഒരളവ് വരെ കുറയും. പിന്നെ ഇഞ്ചെക്ഷൻ ഉണ്ട്, സെഡേറ്റീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലിലേക്ക് ഒരു ഇഞ്ചെക്ഷൻ ഇടുന്നതാണ്. അത് നമ്മുടെ കയ്യിലൊക്കെ ഇടുന്ന കാനുല പോലെ തന്നെ അതിനേക്കാളും ചെറിയ കാനുലയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലൂടെ ഡ്യൂറിങ് ദ ഹോൾ ത്രൂ ഔട്ട് ദ ലേബർ നമ്മൾ ഇഞ്ചെക്ഷൻ അതിലൂടെ പെയിൻ കില്ലേഴ്സാണ് കൊടുക്കുന്നത്. ഇപ്പം ജെൻസിലും എല്ലാവരിലും നമുക്ക് ലേഡീസിലാണെങ്കിലും ജെൻസിലാണെങ്കിലും ബാക്കിയുള്ള സർജറീസിന്, ഇപ്പം അംബിലിക്കസിന് താഴെയുള്ള, പൊക്കിളിന് താഴെയുള്ള എല്ലാ സർജറിക്കും മിക്കവാറും ഈ സ്പൈനൽ അനസ്തേഷ്യ, ഈ ബാക്കിൽ നട്ടെല്ലിടുന്ന ഇഞ്ചെക്ഷൻ തന്നെയാണ് കൊടുക്കുന്നത്. ആ അനസ്തേഷ്യ കൊടുക്കുമ്പം അനസ്തെറ്റിക് ഏജൻ്റാണ് ഉപയോഗിക്കുന്നത്. അനസ്തേഷ്യ തരിപ്പിക്കേണ്ട മരുന്നാണ് അതിനകത്തേക്ക് കൊടുക്കുന്നത്. പെയിൻ റിലീഫ് വേണ്ടപ്പം പെയിൻ റിലീഫിനുള്ളതാണ് കൊടുക്കുന്നത്. അത് തന്നെയുള്ളൂ ഡിഫറൻസ്. അപ്പം പൊതുവേ ഒരു ധാരണയുണ്ട് ബാക്ക് ഏക്ക് ഉണ്ടാകും എന്നുള്ളത്. എപ്പിഡ്യൂറൽ കൊണ്ട് ബാക്ക് ഏക്ക് ഉണ്ടാവില്ല. ഓക്കെ, അത് ഇപ്പം നമ്മൾ കയ്യിൽ ഇപ്പോൾ ഇഞ്ചെക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും അവിടെ പെയിൻ ഉണ്ട് എന്ന്. 2 ദിവസം കയറി അടുത്തൊരു പ്രോബ്ലം ഉണ്ടാവും, അത്ര തന്നെയുള്ളൂ. അല്ലാതെ വർഷങ്ങളോളം ബാക്ക് ഏക്ക് വരുന്നത് അതുമായിട്ടൊന്നും സയൻറ്റിഫിക്കലി റെലവൻ്റേ അല്ല കേട്ടോ. പിന്നെ വേറെ എന്താണ് അതിനകത്ത്? ഇനി എപ്പിഡ്യൂറൽ ഇട്ട് കഴിഞ്ഞാൽ ഡെലിവറി ആകാതിരിക്കുമോ? എപ്പിഡ്യൂറൽ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ചില പെൽവിസിലൂടെ ബേബി കടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ ചിലപ്പം നല്ല പെയിൻ വരുമ്പം ബേബിക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല, വേറെ എന്തെങ്കിലും ഇപ്പം ബ്ലഡ് സർക്കുലേഷനിലൊരു പ്രോബ്ലമോ എന്തെങ്കിലും, അല്ലെങ്കിൽ പൊക്കിൾക്കൊടി ടൈറ്റായിട്ടിരിക്കുന്നവരിലോ ഒക്കെ ഈ ബേബിയുടെ ഹാർട്ട് ബീറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട്. അത് എപ്പിഡ്യൂറൽ ഇട്ടില്ലെങ്കിലും ഉണ്ടാകാം, ഇട്ടാലും ആ ഒരു ഫാക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സിസേറിയനിലേക്ക് പോകുള്ളൂ. അല്ലാതെ എപ്പിഡ്യൂറൽ പെയിൻ ഇല്ല എന്ന് പറയുന്നത് പേഷ്യൻ്റ് പെർസീവ് ചെയ്യുന്നു, പേഷ്യൻ്റ് അറിയുന്നില്ല. യൂട്രസിൽ കൺട്രാക്ഷൻസ് ഉണ്ട്, ആ ഫിസിയോളജി എല്ലാം നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, യൂട്രസിൻ്റെ മൗത്ത് റിലാക്സ് ചെയ്യുകയും ഡയലേറ്റ് ചെയ്യുകയും ബേബി ഡിസെൻഡ് ചെയ്യുകയും ചെയ്യും. ആ പ്രോസസ്സിന് ഒരു ഹിൻഡ്രൻസും ഇല്ല. പിന്നെ നമ്മൾ പൊതുവേ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എപ്പിഡ്യൂറിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് പേഷ്യൻ്റ് കിടക്കുമ്പം കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ ഡെലിവറി ആകുകയും ചെയ്യും. അപ്പോൾ ഈ മസിൽസ് ഒന്നും ടൈറ്റായിട്ട് വെക്കില്ല. പുഷ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ലാസ്റ്റ് മിനിറ്റ് പുഷിങ്ങിൽ ചിലപ്പോൾ അത്ര കണ്ട് തോന്നില്ല പുഷ് ചെയ്യാൻ. അങ്ങനെയുള്ള കേസസിൽ ചിലപ്പം വാക്യൂം അപ്ലൈ ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ളൂ. അത് ഞങ്ങൾ ആ സമയത്ത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും, പുഷിങ് കൂടുതൽ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പിഡ്യൂറൽ ആ കത്തീറ്ററിലൂടെ കണ്ടിന്യൂസ് ഇഞ്ചക്ഷൻ മരുന്ന് പോവുക ചെയ്യുന്നത് കേട്ടോ, ഇൻഫ്യൂഷൻ ഇടുകയാണ് ചെയ്യുന്നത്. ചില ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സിലൊക്കെ നമുക്ക് എപ്പിഡ്യൂറിൽ ഇടാൻ അതിനകത്ത് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അത് വെരി റെയറാണ്. അത് അനസ്തെറ്റിസ്റ്റ് എക്സാമിൻ ചെയ്തിട്ട് തന്നെയാണ് ഈ പേഷ്യൻ്റ് എപ്പിഡ്യൂറിൽ ഇടാം എന്നുള്ളത് നോക്കിയിട്ട് തന്നെയാണ് കൊടുക്കുക.
അത് ഇപ്പം ഈ ലേബറിന് മാത്രമല്ല എപ്പിഡ്യൂറൽ ഇടുക, ലോങ് അവേഴ്സ് ഓഫ് സർജറി വേണ്ടവരിൽ പെയിൻ റിലീഫ് പെൽവിക് സർജറീസിനൊക്കെ യൂഷ്വലി അത് ഇടുക. അത് ലേബറിന് മാത്രമുള്ളതല്ല. എപ്പിഡ്യൂറൽ ഇപ്പം നമുക്ക് ഹിസ്റ്റക്ടമിക്ക് ഇടാറുണ്ട്, ജെൻസിനിടാം, വലിയ വലിയ സർജറി ഇപ്പം കൂടുതൽ നേരം വേണ്ടത്, അതുപോലെ പോസ്റ്റ് ഓഫ് പീരീഡിൽ പെയിൻ റിലീഫ് നന്നായി വേണ്ടവരിലെല്ലാം എപ്പിഡ്യൂറൽ ഇടും. തിയേറ്ററിൽ വെച്ച് തന്നെ സർജറിക്ക് മുന്നേ എപ്പിഡ്യൂറൽ കത്തീറ്റർ അതിലൂടെ ആദ്യം അനസ്തെറ്റിക് ഏജൻറ്റ് കൊടുത്ത് ആ സർജറി കഴിഞ്ഞാൽ പിന്നെ പെയിൻ റിലീഫിനുള്ള ഡ്രഗാണ് കൊടുക്കുന്നത്. അത് 2 or 3 days വെക്കും, അല്ല പ്രോബ്ലം. പ്രത്യേകിച്ച് ഒരു ആഫ്റ്റർ ഇഫക്റ്റും ഇല്ല. നമുക്കിപ്പം കയ്യിൽ ഇഞ്ചെക്ഷൻസ് തരുന്നു, ചിലപ്പം ഇവിടെയൊക്കെ ഇഞ്ചെക്ഷൻസ് കരോട്ടിഡ് കാൻലാസ് ഇടില്ലേ, അങ്ങനെ പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ആഫ്റ്റർ ഇഫക്റ്റ് ഒന്നുമില്ല. സാധാരണ ഒരു ഇഞ്ചെക്ഷൻ പോലെ തന്നെ ഉള്ളൂ. ഇപ്പം ജെൻസിനൊക്കെ ഇടുന്നതാണ്. അപ്പം ഇതിലെന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ബാക്ക് ഏക്ക് വരുന്നതെന്ന് പറയും. ഒരിക്കലും അതുകൊണ്ടല്ല ബാക്ക് ഏക്ക് വരുന്നത്. കാരണം ഒരു ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് വണ്ണം കൂടുന്നു, ഇതല്ലേ, കൂടുതൽ എക്സസൈസ് ഒന്നുമില്ല, അനങ്ങാണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് വണ്ണം കൂടുന്നു, ഫുഡും അതുപോലെ കഴിക്കുന്നു. അപ്പോൾ അബ്ഡോമിനൽ ഒബേസിറ്റി വരുന്നു, മൊത്തത്തിൽ ഒബേസ് ആകുന്നു. നമ്മൾ ഒബേസ് ആകുമ്പോൾ നമ്മുടെ നട്ടൽ തന്നെയല്ലേ അത് താങ്ങി നിർത്തേണ്ടത്, പെയിൻ വരും. പിന്നെ ഒരു ലംബാർ ലോഡോസിസ് എന്ന് പറഞ്ഞു വരും, വയറ് പൊന്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ആകും, ബാക്കിലൊരു കേർവ് എക്സാജറേറ്റഡ് ആകും, പെയിൻ ഉണ്ടാവും. അങ്ങനെയാണ് ബാക്ക് ഏക്ക് ഉണ്ടാവുക. കാരണം ജെൻസ് ആരും പറയുന്നില്ലല്ലോ, ഇപ്പം സ്പൈനൽ അനസ്തേഷ്യ കൊടുത്തിട്ട് ഇങ്ങനെ ബാക്ക് ഏക്ക് വന്നു എന്ന് ആരും പറയാറില്ല. എപ്പിഡ്യൂറലിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സപ്പോസ് ഒരു പേഷ്യൻറ്റ് നല്ല പെയിൻ തുടങ്ങുന്നത് ടോട്ടലി അൺഫേവറബിൾ സെർവിക്സിലാണെങ്കിൽ ചിലപ്പോൾ അവർ ഒരുപാട് സമയം കിടന്നിട്ടേ ഡെലിവറി ആവുള്ളൂ. ചിലപ്പോൾ ചിലർ ഒരു ദിവസം 2 ദിവസമൊക്കെ പെയിനിൽ കിടന്നിട്ടായിരിക്കും ഡെലിവറി ആവുന്നത്. അപ്പോൾ യൂഷ്വലി എപ്പിഡ്യൂറലൊക്കെ ഉണ്ടാവുമ്പോൾ പേഷ്യൻറ്റ് കുറേയും കൂടെ ടൈം വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ അൺഫേവറബിൾ സർവീസ് പല പേഷ്യൻസും നമുക്ക് വേണ്ട രീതിയിൽ ടൈം കൊടുക്കാൻ പറ്റും. മറ്റേത് അവർ ഭയങ്കര പെയിനായിട്ട് കരയുമ്പോൾ കൂടെ ഉള്ളവർക്ക് അതിനെക്കാട്ടിയും ടെൻഷനാണ്. ഡോക്ടറെ എത്ര നേരമായി, എന്താ ആവാത്തത്, അവൾ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരപ്പോഴേക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം വെയിറ്റ് ചെയ്ത് കുറേ കൂടെ കംഫർട്ടബിളായിട്ട് കിടക്കുമ്പോൾ നോർമൽ ഡെലിവറിയുടെ ചാൻസ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. കാരണം നോർമൽ ഡെലിവറിക്ക് നമ്മൾ വേണ്ട ടൈം കൊടുത്തില്ലെങ്കിൽ പലപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ കുഞ്ഞ് മുകളിലായിരിക്കും, അവിടുന്ന് കുഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തലയിൽ കുറച്ച് ചേഞ്ചസ് വരും, ഷേപ്പിൽ ചേഞ്ച് വരും. ചിലപ്പോൾ കുട്ടി ആ ഒരു ഡയറക്ഷനിലേക്കോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കോ ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് വളരെ സ്ലോ ആയിട്ട് പതിയെ ഇറങ്ങി വരികയാണെങ്കിൽ ലാസ്റ്റ് ആ ഔട്ട്ലെറ്റിന് സ്ഥലത്തെത്തുമ്പോഴും കുഞ്ഞിന് പുറത്തോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേസമയം വളരെ തിരക്ക് പിടിച്ച് വേണ്ട രീതിയിൽ ടൈം നമ്മൾ കൊടുക്കാതെ നമുക്ക് പെട്ടെന്ന് ഡെലിവറി ആക്കേണ്ടി വരികയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ കുഞ്ഞിനെ പുറത്തോട്ട് എടുക്കാൻ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞിൻ്റെ മിടിപ്പിൽ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ആ വേണ്ട ടൈം വേണ്ട രീതിയിൽ കൊടുക്കാൻ എപ്പിഡ്യൂറലാകുമ്പോൾ പറ്റും. അപ്പോൾ പലർക്കും എപ്പിഡ്യൂറലിനെ പറ്റി ഒരുപാട് പേടിയുണ്ട്, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. പിന്നെ നമ്മുടെ റേറ്റ് എപ്പിഡ്യൂറലാകുമ്പോൾ എന്തായാലും കുറച്ചുകൂടെ കൂടും. എനിക്ക് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല, പക്ഷേ അറൗണ്ട് 13,000 ആണെന്ന് തോന്നുന്നു, 13,000 തോന്നുന്നു ആ റേറ്റ് കൂടുതൽ വരുന്നത്. പക്ഷേ എന്തായാലും കുറച്ച് ടൈം എടുത്ത് ഡെലിവറി ആവുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും അത് ഡെഫിനറ്റ്ലി അഡ്വാൻറ്റേജ് ഉണ്ട്. അതേസമയം പെട്ടെന്ന് ഡെലിവറി ആവുന്നവർക്ക് വലിയ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ പേഷ്യൻ്റ് വേണ്ട രീതിയിൽ സ്ട്രെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് എപ്പിഡ്യൂറലിലൂടെ മെഡിസിൻ പിന്നെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ഒരു ½ an hour അതിൻ്റെ എന്തായാലും നന്നായി പുഷിങ് ഫോഴ്സ് വരും. അപ്പോൾ പേഷ്യൻ്റ് പുഷ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ ടൈമിൽ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ എല്ലാവരിലും അത് 100% ആക്ട് ചെയ്തോളണമെന്നില്ല. ചിലപ്പോൾ ചിലർ കുറച്ചൊക്കെ പെയിൻ അറിയാറുണ്ട്, നമ്മൾ റിപ്പീറ്റഡ് ഡോസ് കൊടുക്കുമ്പോൾ അവർ കുറേയും കൂടെയൊക്കെ കംഫർട്ടബിൾ ആവും. പിന്നെ അതേപോലെ ലേബർ പെയിൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇടാറില്ല, എസ്പെഷ്യലി അൺഫേവറബിൾ സർവീക്സ് ആണെങ്കിൽ. അപ്പോൾ അവരിൽ കുറച്ച് നേരം ടൈം കൊടുത്ത് കുറച്ച് കൺട്രാക്ഷൻസൊക്കെ വന്നതിന് ശേഷമാണ് ഇടാറ്. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നല്ല എഫക്റ്റ് കാണാറുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ ചിലരോട് പറയുകയാണ് നിങ്ങളുടേത് പെട്ടെന്നാവില്ല, ഒരുപാട് സമയം എടുക്കും എന്ന് പറയുന്നവരാണെങ്കിൽ അവർക്ക് എപ്പിഡ്യൂറൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മെയിനായിട്ട് ഇതാണ്, നമുക്ക് നോക്കാനുള്ളൊരു കംഫർട്ടാണ് പേഷ്യൻറ്റിന്. വെയിറ്റ് ചെയ്യുന്നതും രോഗി വളരെ റിലാക്സ്ഡ് ആകുമ്പോൾ, മസിൽസ് റിലാക്സ് ആകുമ്പോൾ നമ്മൾ ഞങ്ങളൊക്കെ ആദ്യം ഇതേപോലെ തന്നെ വിചാരിച്ചിരുന്നത് ലേറ്റ് ആവുമെന്നാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ കുറച്ച് കാലത്തെ അനുഭവം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം സിസേറിയൻ വേണ്ടി വരുന്ന വിചാരിച്ച കാര്യം പേഷ്യൻ്റ് പോലും ചിലപ്പോൾ നോർമലായിട്ട് വരാറുണ്ട്. കാരണം എപ്പിഡ്യൂറൽ ഇട്ട് കഴിഞ്ഞ് മസിൽ നല്ല റിലാക്സ്ഡ് ആകുമ്പോൾ കുട്ടി ഒന്നും കൂടെ വേഗം ഇറങ്ങി വന്നിട്ട് ഡെലിവറി ആവുമെന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഏത് മരുന്നും ആ മരുന്നിൻ്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറേ ഉണ്ടാവുള്ളൂ എപ്പിഡ്യൂറലിൻ്റെ. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ഒരു സൈഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല.
അല്ല, ക്വസ്റ്റ്യൻ ആക്ച്വലി അത് എത്രത്തോളം ഇഫക്റ്റീവ് ആവും എന്നായിരുന്നു അല്ലേ? ആക്ച്വലി അത് മാഡം പറഞ്ഞ പോലെ തന്നെ 100% പെയിൻ റിലീഫ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഓൾമോസ്റ്റ് ഒരു 50 to 80% പെയിൻ റിലീഫ് എന്തായാലും കിട്ടും. അപ്പോൾ ഒരു ഇൻ ലേബറിൽ, എസ്പെഷ്യലി ആക്റ്റീവ് ലേബറിൽ കിടക്കുന്ന പേഷ്യൻസിന് ആ ഒരു 50 to 80% എന്ന് പറയുന്നത് തന്നെ ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു 80 to 90% ഓഫ് ദ ഡെലിവറീസ് ആർ എപ്പിഡ്യൂറൽ. നമ്മളെ പേഷ്യൻസ് പിന്നെ നമ്മുടെ കുറച്ച് മിത്തുകൾ, പിന്നെ അതുപോലെ നമ്മുടെ കുറേ സൂപ്പർസ്റ്റിഷ്യൻസ് ഒക്കെ കാരണം കുറേ പേര് ഇപ്പോഴും എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻസ് ആർ സ്റ്റിൽ അൺവില്ലിങ് ടു ഗോ ഫോർ ദാറ്റ്. ആക്ച്വലി ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് ദാറ്റ് വി ക്യാൻ ഓഫർ ടു അവർ പേഷ്യൻസ്. പ്രഗ്നൻസിയിൽ കാലിൽ നീര്, പീഡലഡിമയുടെ കാര്യമാണ് ചോദിക്കുന്നത് അല്ലേ? മിക്കവാറും അത് മിക്ക പേഷ്യൻസിനും കാലിൽ നീര് വരാറുണ്ട്. നീര് വരുന്നത് കൊണ്ട് മാത്രം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അൺലെസ് BP നോർമലാണെങ്കിൽ. നീര് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഗർഭാശയം വളരുമ്പോഴേ, ഏകദേശം 5 മാസത്തിന് ശേഷമാണ് എപ്പോഴും നീര് കാണാറ്. അതിന് മുമ്പേ കാണുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതിന് കഴിയുമ്പോഴത്തേക്കും ഇൻഫീരിയർ വീനക്കവ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വെയിൻ ഉണ്ട് അവിടെ അബ്ഡമനിൽ, അത് പോയി കംപ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കാലിലേക്ക് നീര് വരുന്നത്. അപ്പം രക്തോട്ടം കാലിൽ നിന്ന് തിരിച്ച് കയറുന്നത് കുറവായിരിക്കും. നമുക്ക് സാധാരണ ഒരാളിനെ പോലെ രക്തോട്ടം തിരിച്ച് പോവില്ല, പമ്പ് ചെയ്യില്ല. അപ്പോൾ അവിടെ കുറച്ച് കാലിൽ നീര് വെക്കും. കിടക്കുന്ന സമയത്ത് കാല് കുറച്ച് പൊക്കി കിടക്കുകയാണെങ്കിൽ മിക്കവാറും രാവിലെ എണീക്കുമ്പോഴത്തേക്കും അത്ര നീര് കാണില്ല. നടന്നു തുടങ്ങി വൈകുന്നേരം ആകുമ്പോഴാണ് നീര് കൂടുതലായിട്ടും ശ്രദ്ധിക്കാറ്. ഇതേ ഒരു കാരണം തന്നെയാണ് നമ്മൾ ഇടത്തേക്ക് ചരിഞ്ഞ് കിടക്കാൻ പറയുന്നത്, ഈ വെയിനെ കംപ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 6 മാസം കഴിഞ്ഞാൽ എല്ലാവരോടും ബെറ്റർ ഇടത്തെ വശത്തേക്ക് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ കിടക്കാൻ പറയുന്നതും ഇതേ സെയിം കാരണമാണ്. അപ്പം നീര് 2 കാലിലും കാണുന്നതുകൊണ്ട് മാത്രം പേടിക്കാനില്ല. BP റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾ വരുമ്പോൾ എല്ലാ സമയത്തും ഞങ്ങൾ BP ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ടാണ്. ഹൈപ്പർ ടെൻഷൻ്റെ കൂടെ നീരുണ്ടെങ്കിൽ യൂറിനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും, യൂറിനിൽ ആൽബുമിൻ പോകുന്നുണ്ടോ, പ്രോട്ടീൻ ലോസ് ആവുന്നുണ്ടോ. അങ്ങനെയൊക്കെയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അടുത്ത സ്റ്റേജിലേക്ക് പോയി. അല്ലാതെ ഒരു കാലിൽ നീര് കാണുന്നതുകൊണ്ട് മാത്രം അത് ശ്രദ്ധിക്കാനില്ല, പേടിക്കണ്ട. പിന്നെ എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കാലിൽ നീരോടുകൂടി കടുത്ത വേദനയുണ്ട്, ഒരു കാലിൽ മാത്രം നീര് വരുന്നുണ്ട്, അതൊക്കെ കാലിലെ വെയിനിൽ ക്ലോട്ട് ആകുന്നത്, DVT എന്ന് പറയും, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ആ ഒരു കണ്ടീഷനിൽ സിവിയർ പെയിൻ വിത്ത് ഒരു സിംഗിൾ ലെഗിൽ സ്വെല്ലിംഗ് ആയിട്ട് വരാം. പ്രഗ്നൻസി എപ്പോഴും ഒരു ഹൈപ്പർ കൊയാഗബിൾ സ്റ്റേറ്റ് നമ്മൾ പറയാം. ബ്ലഡ് ക്ലോട്ട് ആണുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ് പ്രഗ്നൻസിയിൽ. അപ്പോൾ ഒരു കാലിലേക്ക് മാത്രം നീരും ചോര ഇറങ്ങിയിട്ട് കാലിൽ പെയിൻ ഉണ്ടെങ്കിൽ DVT ഇല്ലയെന്ന് നമ്മൾ സ്കാൻ ചെയ്ത് പ്രത്യേകം റൂൾ ഔട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ നീരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. രക്തക്കുറവുണ്ടെങ്കിൽ അനീമിയയിലും കാലിൽ നീര് കാണാറുണ്ട്. അവർ മിക്കവാറും അതിൻ്റെ കൂടെ പാൽപിറ്റേഷൻ, ഹൃദയമിടിപ്പ് കൂടുതലായിട്ട് മിടിക്കുന്ന പോലെ തോന്നും, പുറത്തേക്ക് അറിയുന്നു, ക്ഷീണം ഉണ്ടാവും. ഇതൊക്കെ കൂടെ കാണുകയാണെങ്കിൽ അത് അനീമിയയുടെ ഒരു റീസൺ. അപ്പോൾ നമ്മൾ HBയും കൂടി ചെക്ക് ചെയ്യാറുണ്ട്. HB കുറവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കഴിയുമ്പം കുറേയൊക്കെ നീര് കുറയും. അതുപോലെ ഈ പുളിയും എരിവൊക്കെ കൂടുതലായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് മൂലം ഈ കുഞ്ഞുങ്ങളുടെ ഹെയർ ആൻഡ് ഐബ്രോൻ്റെ ഗ്രോത്തിനെ ബാധിക്കും എന്നുള്ളതാണ്. പ്രായമുള്ള ഉമ്മമാർ അങ്ങനെ പറയുക. പൊതുവേ ചെറിയ കുട്ടികൾക്ക് ഹെയറിൻ്റെ തിക്നെസ് കുറവായിരിക്കും, വളരെ കുറഞ്ഞ ആൾക്കാർക്ക്. ഇപ്പം നമ്മൾ ആ ഫസ്റ്റ് മുടി കളയുന്നതിന് മുമ്പേ നല്ല തിക്കായിട്ട് തോന്നും. അത് കഴിഞ്ഞ് മിക്കവാറും നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി എല്ലാവരും ഈ മുടി കളയും. അത് കഴിഞ്ഞ് വരുന്ന ഭയങ്കര സ്പാർസ് ഹെയർ ആയിരിക്കും, കളറും ഉണ്ടാവില്ല. അത് കാണുമ്പോൾ പറയും നിങ്ങൾ അന്ന് ഗർഭസമയത്ത് പൊളി തിന്നതുകൊണ്ട്. ശരിക്കും ഒരു സയൻറ്റിഫിക് എവിഡൻസും അതിനില്ല. നമ്മുടെ ഈ പ്രസവ രക്ഷാ മരുന്നുകൾ നിർബന്ധമാണോ? അതിനും യാതൊരു സയൻറ്റിഫിക് ബേസിസും ഇല്ല. നമ്മളെടുക്കുന്ന ഈ പ്രസവരക്ഷ മരുന്നുകൾ എന്ന് പറയുന്നത് ഞങ്ങൾ അസ്യൂം ചെയ്യാറുണ്ട്. പ്രീവിയസ്ലി നമ്മുടെ അത്രയൊന്നും നമ്മളെ ഇത്രയും ഒരു പ്രോസ്പെറസ് അല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിൽ എന്ന് വെച്ചാൽ ഒരു ഓൾമോസ്റ്റ് ഒരു 40-50 ഇയേഴ്സ് ബാക്ക് അല്ലേ, ഇത്രയൊന്നും ഒരു റിച്ച്നെസ് സൊസൈറ്റിയിൽ വരാത്ത ഒരു സമയത്ത് ഒരു പക്ഷേ സ്ത്രീകൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു സമയം ഈ ഒരു പോസ്റ്റ്പാർട്ടം പീരീഡ് ആയിരുന്നിരിക്കാം. അതിൻ്റെ പേരിലായിരിക്കും ഇതുപോലത്തെ കുറേ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇന്നത്തെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ആക്ച്വലി അതിൻ്റെ ആവശ്യമുണ്ടോ? എല്ലാ ദിവസവും നമ്മൾ ആക്ച്വലി ഓവർ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. ന്യൂട്രീഷൻ കൂടിയതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ കൂടുതലായിട്ടും നമുക്കുള്ളത്. ഒബീസി റിലേറ്റഡ് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അങ്ങനത്തെ കോംപ്ലിക്കേഷൻസാണ് നമുക്കിപ്പോൾ കൂടുതലായിട്ടുള്ളത്. പ്രസവരക്ഷയ്ക്കൊന്നും ആക്ച്വലി സയൻറ്റിഫിക് ബേസിസൊന്നുമില്ല. അങ്ങനെ ഒരു മെഡിക്കൽ സയൻസിൽ അതിൽ റെക്കമെൻഡേഷനും ഇല്ല. നോർമൽ ഹെൽത്തി ഡയറ്റ് എടുക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക. എൻ്റെ പേര് ഹാമിദ. ഫസ്റ്റത്തെ വാക്യൂം ഡെലിവറി ആയിരുന്നെങ്കിൽ അടുത്ത ഡെലിവറിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുമോ? അതിലെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വേക്കൻ ഡെലിവറി ആവുന്നത് നമ്മൾക്ക് ആ നേരത്ത്
ഈ സ്ട്രെയിൻ ചെയ്യാനുള്ള പവർ കുറയണോണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഫസ്റ്റ് ഡെലിവറിക്കൊക്കെ നമ്മൾ ഈ ഗർഭപാത്രം തുറക്കാൻ ഒരുപാട് താമസം വരാറുണ്ട്. പെയിന് വന്ന് പിന്നെ ആ മസിൽ നല്ല കൺട്രാക്ഷൻ വന്ന് തുറന്ന് വരുന്ന ആ ഒരു ടൈം, ആ ടൈമിൻ്റെ ഇടയിൽ പിന്നെ സാധാരണ ഇവർ എക്സോസ്റ്റഡ് ആയിട്ട് നമുക്കത് ആ പവർ താഴ്ത്തിക്ക് ആ പുഷിങ് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറയുമ്പോഴാണ് നമ്മൾ എന്തായാലും കുട്ടി പ്രസവിച്ച് പോരും, സ്പേസൊക്കെ ഉണ്ട്, പുഷിങ് പോരാന്നുള്ള ഒരു ഇതിൽ ഒരു ഹെൽപ്പായിട്ടാണ് നമ്മൾ വാക്യൂം തരുന്നത്. വാക്യൂം ഡെലിവറി, അതായത് ഫോർസെപ്സ് ആയാലും വാക്യൂം ആയാലും നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് കാരണം അടുത്ത ഡെലിവറിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. അടുത്ത പ്രാവശ്യം ഇപ്പോൾ ആലോചിച്ച് നോക്കും, ഡയലറ്റേഷൻ പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് നല്ല എനർജി ഉണ്ട്, പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വാക്യൂം ഡെലിവറിയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ വാക്യൂം ശരിക്കും നമ്മൾ സെക്കൻഡ് സ്റ്റേജ് കട്ട് ഷോട്ട് ചെയ്യാൻ വേണ്ടി തരുന്നതാണ്, ഒരു സപ്പോർട്ടായിട്ട് തരുന്നതാണ്. പിന്നെ ചിലരിൽ ആ ഇറങ്ങി വരുന്ന ഏറ്റവും താഴെയുള്ള പോർഷൻ കുറച്ചൊരു ടൈറ്റാണ്, എന്താ അങ്ങനെ തീരെ ഇറങ്ങി വരാത്ത സിറ്റുവേഷൻ അല്ല, നമുക്ക് ജസ്റ്റ് ചെന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ വാക്യൂം നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ അതും ഇപ്പോൾ ഫസ്റ്റിലൊരു ബേബി വന്നൊരു പാസേജിലൂടെ സെക്കൻഡ് ടൈം ബേബി വരുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് വരും, യൂഷ്വലി അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റത്തത് വാക്യൂം ആയതുകൊണ്ട് എന്തായാലും വാക്യൂം ആവണം എന്നല്ല, പക്ഷേ ചില കേസുകൾ ചിലപ്പം ചിലർ പുഷ് ചെയ്താലും വന്നോളണമെന്നില്ല, കുറച്ച് ചെറിയ ടൈറ്റ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ആ പുഷിങ് എഫേർട്ട് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീറ്റൽ ഡിസ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഡെലിവറി ആക്കുകയാണെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ നമുക്ക് സെക്കൻഡ് ടൈമും മിക്കവാറും വേണ്ടി വരാൻ ചാൻസ് അവിടെ കുറച്ച് ടൈറ്റ് ഉണ്ടെങ്കിലാണ്. എന്നാലും മിക്കവാറും കേസുകളിൽ വേണ്ട രീതിയിൽ ടൈം കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ തന്നെ വരും. ഫസ്റ്റിൽ വാക്യൂം വന്നതിൽ ലെസ് ദാൻ 50% അല്ലെങ്കിൽ വളരെ കുറഞ്ഞതിൽ സെക്കൻഡ് ടൈം നമുക്ക് വേണ്ടി വരുന്നത് ഫസ്റ്റിൻ്റെ അത്രയൊന്നും വരാറില്ല. ഇനി ഏതായാലും ഒരു കാര്യം കൂടെ പറയട്ടെ, അടുത്ത മാസം നോമ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ചോദിക്കാനുള്ളത് ഫാസ്റ്റിംഗ് സേഫാണോ അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറുള്ളത്, യൂഷ്വലി എന്ന് വെച്ചാൽ നല്ല ചൂടാണ്, നമുക്ക് തന്നെ അറിയാം നമ്മൾ വീട്ടിലേക്ക് എത്ര ബുദ്ധിമുട്ടിയായിരിക്കുന്നതെന്ന്. ഈ സമയത്ത് ഇനിയിപ്പോൾ വേണ്ട രീതിയിൽ വെള്ളം കുടിക്കുകയും കൂടെ ചെയ്യുന്നില്ലെങ്കിൽ ഡീഹൈഡ്രേഷന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഡീപ്പ് വെയിൻ ത്രോംബോസ് ബാക്കി എല്ലാ ത്രോംബോട്ടിക് ഇവൻറ്റ്സിനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ത്രോംബോസൊക്കെ പ്ലാസൻ്റൽ സർക്കുലേഷനിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനുമായിട്ടുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. ചിലപ്പോൾ മഷി ഇളകാം, വെള്ളക്കുറവ് വരാം, ഈവൻ കുഞ്ഞിൻ്റെ വയറ്റിൽ ജീവൻ പോകുന്നവരെ നമ്മൾ കാണാറുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഇഷ്ടംപോലെ ആളുകൾ നോമ്പെടുക്കുന്നു എന്നിട്ട് അതിൽ ആർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. ശരിയാണ്, ചിലപ്പോൾ ഒരു 100 പേര് നോമ്പെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്തൊരു 5 പേർക്കൊക്കെ ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാവുള്ളൂ. നമ്മൾ ആ കൂടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി മാസങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ചൂട് കാലത്ത് നോമ്പ് വരുന്ന മാസങ്ങളിൽ നമ്മൾ കോംപ്ലിക്കേഷൻ കൂടുതൽ തന്നെയാണ് കാണാറുള്ളത്. അതിപ്പോൾ ഇൻ ലേബറിൽ മെക്കോണിയ ഇഷ്ടംപോലെ കാണാറുണ്ട്, പേഷ്യൻറ്റിന് ക്ഷീണം കൂടുതലായിട്ട് കാണാറുണ്ട്, ലൈക്കർ കുറവായിട്ട് അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ അനക്കക്കുറവായിട്ടൊക്കെ വരുന്നത്. ആ ടോട്ടൽ നമ്പർ നോക്കുകയാണെങ്കിൽ ഈ മാസങ്ങളിൽ അത് കൂടുതലാണ്. വെരി ഏർലി പ്രഗ്നൻസി എനിക്ക് തോന്നുന്നു നല്ലോണം ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്, വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യൂഷ്വലി മിഡ് ട്രൈമസ്റ്ററിലും വലിയ പ്രോബ്ലം വരേണ്ട കാര്യമില്ല. ഇത് വലിയ പ്രോബ്ലം വരേണ്ട കാര്യമില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കാരണം ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നോമ്പെടുക്കുന്നവരെല്ലാവരും അത് ശ്രദ്ധിച്ചിട്ട് തന്നെ എടുത്താൽ മതി. എന്നാലും ലേറ്റ് പ്രഗ്നൻസിയിൽ എന്തായാലും നോമ്പ് അവോയ്ഡ് ചെയ്യാനായിരിക്കും നല്ലത്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ, ഇപ്പോൾ ഒരു സാധാ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ആലോചിക്കുക 2 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ പറ്റൂല. അപ്പോൾ ഈ രാവിലെ തൊട്ട് ഫാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ ഈ ഒന്നാമത് വയറ് പിന്നെ സ്റ്റൊമക്കൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കുമ്പോൾ കുറച്ചൊരു സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റിയൊക്കെ കുറഞ്ഞുണ്ടാവും. അതിൻ്റെ കൂടെ നോമ്പും കൂടി ആകുമ്പോൾ നമുക്ക് ഫുഡ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ലാസ്റ്റ് മന്തിൽ നോമ്പെടുക്കരുത്, ലാസ്റ്റ് കുറച്ച് സമയത്ത് നോമ്പെടുക്കരുത്, ഇത് കഴിഞ്ഞ് നോറ്റ് വീട്ടാന്ന് പറയുന്നത്. മാത്രമല്ല കേട്ടോ, കാരണം ചൂടത്തെ നോമ്പ് വരുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചൂടുകാലത്ത് നല്ലോണം വെള്ളം കുടിക്കണം, കോംപ്ലിക്കേഷൻസ് കാണാറുണ്ട്. ഇപ്പോൾ സയൻറ്റിഫിക്കലി എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസിയിൽ നോമ്പ് അബ്സല്യൂട്ട്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ് അല്ല എന്ന് വെച്ചാൽ നോമ്പ് എടുക്കരുത് എന്ന് എവിടെയും പിന്നെയും ഈ പറയുന്ന പോലെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ആദ്യത്തെ 12 വീക്സിൽ ആണ് നോമ്പ് എടുക്കണ്ട എന്ന് റെക്കമെൻഡേഷൻ ഉള്ളത്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും നോമ്പ് എടുക്കാം, പ്രൊവൈഡഡ് നമ്മുടെ ക്ലൈമറ്റും കൂടിയും അതിനോട് ഫേവറബിൾ ആണെങ്കിൽ. അപ്പോൾ നമ്മുടെ എന്താണെന്ന് വെച്ചാൽ സമ്മർ ശരിക്കും ഭയങ്കര ഹോട്ടാണ്. അപ്പോൾ മാഡം പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് സയൻറ്റിഫിക് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്സ് വൈസ് ഒന്നും അങ്ങനെ പറയുന്നില്ലെങ്കിലും ക്ലിനിക്കൽ പ്രാക്ടീസിൽ കഴിഞ്ഞ ലാസ്റ്റ് ഒരു 4 to 5 years, അതായത് നോമ്പ് കൂടുതലായും ഈ സമ്മർ സീസണിലേക്ക് വന്നതിൻ്റെ ശേഷം ആ നോമ്പ് സീസണിൽ കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ലൈക്ക്
പറഞ്ഞ പോലെ മഷിയിടുന്നത്, അതുപോലെ കുഞ്ഞിൻ്റെ അനക്കം പെട്ടെന്ന് വരുന്ന ആൾക്കാരിൽ ഒരു 3-4 ഇയേഴ്സ് ബാക്ക് അതുവരെ ഞാനും അങ്ങനെ ഭയങ്കര അബ്സല്യൂട്ടായിട്ട് നോമ്പെടുക്കരുത് എന്ന് പറയാറുണ്ടായിരുന്നില്ല. പേഷ്യൻസ് കംഫർട്ടബിൾ ആയെങ്കിൽ എടുത്തോളൂ എന്ന് തന്നെയായിരുന്നു. കാരണം ഞാനും ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട് നോമ്പിന്. പക്ഷേ ആ ഒരു മന്തിൽ, ആ ഒരു സമ്മർ തുടങ്ങിയ സമയത്ത് ഒരു മന്തിൽ ഓൾമോസ്റ്റ് നമുക്കൊരു 6 മാസത്തിലോ 1 വർഷത്തിലോ ഒക്കെയാണ് നമുക്കൊരു കുഞ്ഞിൻ്റെ അനക്കം നിന്നിട്ട് വരുന്നത് കാണാറ്. 6 മന്ത്സിലോ 1 ഇയറിലൊക്കെയാണ് ഒരു IUD നമ്മൾ കാണുന്നതെങ്കിൽ ആ ഒരു ഒറ്റ മാസം ഓൾമോസ്റ്റ് 8 IUDs നമുക്ക് വന്നു. അപ്പോൾ അതിന് റിട്രോസ്പെക്റ്റീവ്ലി നമ്മൾ അനലൈസ് ചെയ്തു, നമ്മൾ നമ്മുടെ കൊളീഗ്സിനോട് ഡിസ്കസ് ചെയ്തു എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അതിൽ കൂടുതൽ പേരും ഫാസ്റ്റിംഗ് എടുത്തവർ തന്നെയായിരുന്നു. അതിൽ ഡയബറ്റീസ് ഉള്ളവർ ഒക്കെ ഫാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഫാസ്റ്റിങ്ങിൽ നിന്ന് കഴിയുന്നത്ര പിന്തിരിപ്പിക്കാൻ നോക്കി. അതിൻ്റെ ശേഷം നമുക്ക് അത്ര കോംപ്ലിക്കേഷൻസ് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കതൊരു പേഴ്സണലി തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് കുറയുക, കുഞ്ഞിന് വളർച്ചക്കുറവ് വരിക. അപ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ കോംപ്ലിക്കേഷൻ ഉള്ളവർ അബ്സല്യൂട്ടായിട്ട് എന്തായാലും എടുക്കരുത്. പിന്നെ ടുവേർഡ്സ് ലേറ്റ് ട്രൈമസ്റ്റർ ഉള്ളവർ എന്തായാലും അതിന് ട്രൈ ചെയ്യരുത്. ഇത്രയും ഒരു ഹോട്ട് സമ്മറിൽ ഇപ്പം ഞാൻ എൻ്റെ പേഷ്യൻസിനോട് ഞാൻ അങ്ങനെ തന്നെ പറയാറ്. ബേസിക്കലി അത്രയൊന്നും കഷ്ടപ്പെട്ട് നോമ്പെടുക്കാൻ ആക്ച്വലി എവിടെയും പറയുന്നില്ല. റിലീജിയൻ വൈസ് ആണെങ്കിലും അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഇല്ല. അത്ര ഗർഭിണികൾക്ക് നോമ്പിൽ നിന്ന് വിട്ടു നിൽക്കാം എന്ന് തന്നെയാണ് നമ്മുടെ, ഇനിയിപ്പോൾ മതത്തിൻ്റെ പേരിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്ര സ്ട്രഗിൾ ചെയ്ത് ഓൾറെഡി ഫാസ്റ്റ് ചെയ്യാത്ത സമയത്ത് തന്നെ ഇത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻസി ഉള്ളവർ സ്ട്രഗിൾ ചെയ്യണ്ട എന്ന് തന്നെയാണ് നമ്മുടെ സജഷൻ. ഇപ്പം നമ്മൾ കിടക്കുമ്പോൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കാൻ നമ്മൾ ഇരുന്നിട്ട് കിടക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ മലർന്നിട്ട് തന്നെ നമ്മൾ കിടക്കുകയാണെങ്കിൽ കുട്ടീനെ പൊക്കിൽ കൂടി ചുറ്റുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പൊക്കിൾ കൊടി ചുറ്റുന്നത് നമ്മുടെ പൊസിഷനും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ബേബി അതിനകത്ത് കിടന്ന് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് പൊക്കിൾ കൊടിക്ക് നല്ല നീളക്കൂടുതലുണ്ടെങ്കിൽ ചാൻസ് കൂടുതലാണ്. ഷോർട്ടാണെങ്കിൽ അത്രയും ഉണ്ടാവില്ല. നമുക്കറിയാം, നമ്മുടെ ഈ ഫോണിൻ്റെ വയറ് വെച്ചാൽ, ഈ ഇയർഫോൺ എവിടെയെങ്കിലും എടുത്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ ഒരു ബാഗിൻ്റെ ഉള്ളിൽ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് ചുരുണ്ടിരിക്കും. അതുപോലെ തന്നെ നീളം കൂടുതലുണ്ടെങ്കിൽ ബേബി റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കഴുത്തിൽ വരും, ചിലപ്പോൾ തിരിഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ ഒരിക്കൽ സ്കാനിലൂടെ ഒരു തവണ പൊക്കിൾ കൊടി കണ്ടു എന്ന് വിചാരിച്ച് ഭയങ്കര ബേജാറാണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആരും CS ചെയ്യുകയില്ല. അൺലെസ് അത് കുറേ പ്രാവശ്യം 2-3 തവണയുണ്ട് നന്നായിട്ട് കഴുത്തിൽ മുറുകിയാണ് ഇരിക്കുന്നതെന്നൊക്കെ ഒരു പ്രത്യേകം പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ കെയർഫുൾ ആവുള്ളൂ. മിക്ക സമയത്തും ഡെലിവറിയുടെ സമയത്താണ് അങ്ങനെ പൊക്കിൾ കൊടി കണ്ടാൽ തന്നെ അത് ടൈറ്റ് ആവുന്നത്. ആ സമയത്ത് ഞങ്ങൾ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യും അങ്ങനെയുള്ള ആൾക്കാരെ. ഡെലിവറി ചെയ്ത് കഴിയുന്ന, ഇതിപ്പോൾ ഒന്നും കാണാത്ത, സ്കാനിലൊന്നും പറയാതെ തന്നെ ഡെലിവറി ചെയ്യുന്ന പല കുട്ടികളുടെ കഴുത്തിലും പൊക്കിൾ കൊടി 1, 2, 3 തവണയൊക്കെ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല, അതൊന്നും തമ്മിൽ ബന്ധമില്ല. പിന്നെ എണീക്കുന്നതും തിരിഞ്ഞു കിടക്കുന്നതും അതൊക്കെ ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ചാണ്. മിക്കവാറും വയറ് വലുതാവുമ്പോൾ നമുക്കങ്ങനെ ഈസി ആയിട്ട് ബെഡിൽ നിങ്ങോട്ട് തിരിയാനോ അങ്ങോട്ടും ഇങ്ങോട്ട് മറിഞ്ഞ് കിടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം എണീറ്റ് മറ്റേ സൈഡിൽ വന്ന് കിടക്കുക. അതല്ല അവർക്ക് കംഫർട്ടബിളായിട്ട് മറ്റേ സൈഡിലേക്ക് കിടക്കാൻ പറ്റുമെങ്കിൽ ധൈര്യമായിട്ട് കിടക്കാം, അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർമാർ കുറച്ചധികം സമയം നമുക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് തിരക്കുകൾക്ക് ഇടയിൽ നിന്ന് ഓടി വന്നതാണ്. വളരെ കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങൾക്കും ഏറ്റവും സൂക്ഷ്മമായ, അതേസമയം ഏറ്റവും മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ സിമ്പിളായ വാക്കുകളിലാണ് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ തിരക്കിനിടയിലും ഞങ്ങൾക്ക് വേണ്ടി അല്പസമയം വിനിയോഗിച്ച ഡോക്ടേഴ്സിന് നന്ദി പറയുന്നു. നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. താങ്ക് യു ഡോക്ടേഴ്സ്.